الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്, അവന്റെ കാരുണ്യം കൊണ്ടാണ് നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടത്. നമ്മെക്കാളും ഞാമത്ത്, അനുഗ്രഹവും കാരുണ്യവും അള്ളാഹു നൽകിയവരുണ്ടായിരിക്കാം. എന്നാലും അള്ളാഹു നമുക്ക് നൽകിയ ആരോഗ്യമാവട്ടെ, ജീവിത സൗകര്യങ്ങളാവട്ടെ, മറ്റു തരത്തിലുള്ള വിശാലതകളാവട്ടെ, ഈ നിഅമത്തിനെ നമ്മൾ ഓർക്കണം. ഈ നിഅമത്ത് അല്ലാഹു തആല പിൻവലിച്ചാൽ അത് പിടിച്ചു വാങ്ങാനോ എവിടെയും പോയി പറഞ്ഞ് അത് തിരിച്ചെടുക്കാനോ നമുക്കാർക്കും സാധ്യമല്ല. എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ച ഒരു ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. മനസ്സറിഞ്ഞ് ഓരോ ഫർള് നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലിയാൽ നമുക്ക് നമ്മളെ പറ്റി തന്നെയുള്ള ഒരു സ്വബോധവും തിരിഞ്ഞു നോട്ടവും, ഞാൻ ആരാണ്, എത്രത്തോളം എനിക്ക് ഉയരാം, വളരാം,
എന്നൊക്കെ കൃത്യമായി ബോധ്യമാകുന്നതാണ്. അള്ളാഹുവേ, നീ തന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞു വെച്ചത് തരാനും ആരുമില്ല. കഴിവുള്ളവർക്ക് നിന്റെ അടുക്കൽ അവരുടെ കഴിവ് ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ ദുന്യാവിലെ ജീവിതത്തിലെ പോലെ കഴിവും പ്രതാപവും ഉള്ളവർക്ക് കൂടുതൽ എന്തെങ്കിലും നേടാനോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കഴിയില്ല. അള്ളാഹു തന്ന നിഅമത്ത് പിൻവലിച്ചാൽ അത് പിൻവലിച്ചത് തന്നെയാണ് എന്ന് നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തിൽ നിന്നും നമുക്കറിയാം. പ്രവാസികളായ ആളുകൾ എത്രമാത്രം സന്തോഷത്തിലും സുഖത്തിലുമാണ് പല ആളുകളും ജീവിച്ചിരുന്നത്, എത്രമാത്രം പ്രതീക്ഷകളോടുകൂടിയാണ് പല ആളുകളും ജീവിച്ചിരുന്നത്. അവരുടെ പച്ചപ്പും അവരുടെ സുഖങ്ങളും കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറ്റം വന്നതും അതുകൊണ്ടുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും വിലക്കയറ്റങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്ത് വളരെ വിലപ്പെട്ടതാണ്. എത്ര മനുഷ്യന്മാരാണ് ആ നിഅമത്ത് കിട്ടിയിരുന്നവർ നഷ്ടപ്പെട്ടത് കൊണ്ട് വേദനിക്കുന്നത് എന്ന് നമുക്കൊക്കെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ അറിയാം. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ വസ്റൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദലീൻ. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, ഈജിപ്തിലെ മഹാരാജാവും ഞാൻ നിങ്ങളുടെ റബ്ബുമാണ്, റബ്ബിനോളം ഉയർന്നവനാണ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഫറോവ ചക്രവർത്തി ഒരു സുപ്രഭാതത്തിലാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. അള്ളാഹു ആ ചരിത്രം പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ദുഖാനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. കം തറകൂ മിൻ ജന്നാത്തിൻ വഅയൂൻ, എത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഇവിടെ വിട്ടേച്ചു പോയത്. വസ്റൂഇൻ വമഖാമിൻ കരീം, എത്ര ഉന്നതമായ കൃഷിയിടങ്ങളും ഉന്നതമായ മണിമേടകളുമാണ് അവർ വിട്ടേച്ചു പോയത്. കദാലിക വഔറസ്നാഹാ ഖൗമൻ ആഖരീൻ, അതൊന്നും പിടിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചില്ല. മറ്റൊരു കൂട്ടർക്ക് അതിന് നാം പെട്ടെന്ന് പിടിച്ചു വാങ്ങി, അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു അനന്തരാവകാശികളായി. ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ നൂറ്റാണ്ടുകളായി ആർമതിച്ചും സുഖിച്ചും ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ ഭൗതികമായ നിഅമത്തുകൾ മറ്റൊരാൾക്ക് അല്ലാഹു തആല പിടിച്ചു വാങ്ങി കൊടുത്തപ്പോൾ ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരയാനുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആരും അവർക്ക് വേണ്ടി കരയാനില്ല, ആകാശത്തിലും അവർക്ക് വേണ്ടി ദുഃഖിക്കാൻ ആരും ഉണ്ടായില്ല. അള്ളാഹു തീരുമാനിച്ച ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ഒരു നിമിഷം നേരം പോലും അള്ളാഹു തആല അവരെ ബാക്കി വെച്ചില്ല. സഹോദരങ്ങളെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാനോ അള്ളാഹു നമുക്ക് നൽകിയ സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെക്കാനോ അതിൽ മനപ്രയാസത്തോടുകൂടി കൈവെക്കാനോ അല്ല. ഇതൊക്കെ തിരിച്ച് നന്ദി ചെയ്യണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പഠിപ്പിച്ചിരുന്നു എന്ന് അവിടുത്തെ ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചെറുപ്പകാലത്ത് വിശ്വസിക്കുകയും റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുകയും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ആ കുട്ടികൾക്കൊക്കെ നബി പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു ഇത്. യഹ്ഫദില്ല, സൂക്ഷിച്ച് ജീവിക്കണം, മുകളിൽ ഒരു അള്ളയുണ്ട്, അവനെ മറന്ന് ജീവിക്കരുത്. യഹ്ഫദുക, എങ്കിൽ അള്ളാഹു നിന്നെയും കാത്തു സൂക്ഷിച്ചുകൊള്ളും. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹ,
അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിന്റെ തൊട്ടു മുമ്പിൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് കിട്ടും. അള്ളാഹുവിനെ നിന്റെ മുന്നിൽ കാണാം. നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പരിഭ്രമിക്കേണ്ടി വരില്ല. ഇദാ സഅൽത ഫസ്അലില്ലാ, എന്താണ് നിനക്ക് ആവശ്യമുള്ളതെങ്കിൽ അള്ളാഹുവിനോട് ചോദിച്ച് പ്രാർത്ഥിച്ചു വാങ്ങുക, അള്ളാഹുവിനോട് മാത്രം. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ കൂട്ടുകാരും കുടുംബക്കാരും മാതാക്കളും പിതാക്കളും മക്കളുമൊക്കെ പരസ്പരം കൈപിടിക്കാനുണ്ടാകുമെങ്കിലും അവർക്കാർക്കും കൈപിടിക്കാൻ പറ്റാത്ത, കൈപിടിച്ച് തരാൻ പറ്റാത്ത സഹായം അള്ളാഹു മാത്രമാണ് തരിക. അതുകൊണ്ട് സഹായം അള്ളാഹുവിനോട് ചോദിക്കണം. വഅലം അന്നൽ ഉമ്മത ലം ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. ഈ നാട്ടുകാർ മുഴുവനും ഒന്നിച്ചുകൂടി നിന്നെ സഹായിക്കാനും ഉപകാരം കൊടുക്കാൻ തരാനും വിചാരിച്ചാലും അവർക്കാർക്കും നിന്നെ സഹായിക്കാൻ കഴിയില്ല, പടച്ചവൻ വിചാരിച്ചിട്ടില്ലെങ്കിൽ. ولو أن الأمة لم اجتمعت على أن يضروك بشيء لا يضروك إلا بشيء قد كتب الله لك. ആളുകൾ എല്ലാവരും കൂടി നിന്നെ അപമാനിക്കണം, ഉപദ്രവിക്കണം, നിന്നെ താഴ്ത്തണം, ചവിട്ടി താഴ്ത്തണം, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന് വിചാരിച്ചാലും, ആളുകൾ എല്ലാവരും കൂടി വിചാരിച്ചാലും കഴിയില്ല, അള്ളാഹ് വിചാരിക്കാതെ. റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹൂഫ്, തീരുമാനങ്ങളുടെയും ഭൂമിയിലെ എല്ലാ കാര്യങ്ങളുടെയും രേഖപ്പെടുത്തി വെച്ച എഴുത്തുകൾ, ആ എഴുത്തു മഷി മാഞ്ഞു പോയിട്ടു, അത് വറ്റിപ്പോയിരിക്കുന്നു. കടലാസുകളും പേനുകളും പൂട്ടിവെച്ചിരിക്കുന്നു. ഇനി പടച്ചവന്റെ തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനവും നിന്റെ മുമ്പിലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ധാരാളം രോഗങ്ങൾ മനുഷ്യനെ എന്നും പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭീതിതമായ അന്തരീക്ഷങ്ങൾ മുന്നോട്ട് നോക്കിയാൽ ചിന്തിക്കുന്നവർക്ക് എത്തും പിടിയുമില്ലാത്ത, നിർഭയത്വമില്ലാത്ത അവസ്ഥകൾ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട്. ലോകത്ത് മുഴുവനും നാശങ്ങളും തർക്കങ്ങളും കലഹങ്ങളും, സ്വന്തം കുടുംബങ്ങൾ വരെ പരസ്പരം കൊന്നും കലഹിച്ചും തിന്നും ജീവിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമ്മൾ കാണുന്നു. ഇതിൽ നിന്നെല്ലാമുള്ള രക്ഷ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക എന്നതാണ് അള്ളാഹു തആല നമുക്ക് ഉപമിച്ചു തരുന്നുണ്ട്. വളറബല്ലാഹു മസലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന. അള്ളാഹു ഒരു ഉപമ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, ഒരു ഗ്രാമവാസികളെ പറ്റി, ഒരു ജനവാസമുള്ള പ്രദേശത്തെ പറ്റി. കാലത്ത് ആമിനത്തൻ മുത്മഇന്ന, ആ മനുഷ്യന്മാർ, ആ നാട്ടുകാർ സമാധാനത്തോടുകൂടി ശാന്തമായി ജീവിച്ചവരായിരുന്നു. നാനാഭാഗത്തിൽ നിന്നും അവർക്കാവശ്യമായ എല്ലാ ആഹാര വസ്തുക്കളും ജീവിതാവശ്യങ്ങളും കിട്ടിക്കൊണ്ടേയിരുന്ന് ആ നാട്ടിൽ സുഖമായി താമസിച്ചിരുന്ന ഒരു ഗ്രാമവാസികൾ. അള്ളാഹുവിന്റെ നിഅമത്ത് അവർ ആസ്വദിച്ച് അള്ളാഹുവിനെ തന്നെ അവർ നിഷേധിച്ച് നന്ദി കെട്ടി ജീവിച്ചപ്പോൾ അള്ളാഹു തആല അവർക്ക് പകരമായി ഭയം നൽകി, വിശപ്പ് നൽകി. ബിമാ കാനൂ യസ്നഊൻ, അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി. സൂറത്തുൽ അയ്നിൽ അള്ളാഹു വിവരിച്ച ഒരു സമൂഹത്തിന്റെ നിർഭയാവസ്ഥയിൽ നിന്ന്, സുഖസന്തുഷ്ടമായ ഒരവസ്ഥയിൽ നിന്ന് തിരിച്ച് നാശത്തിലേക്ക് കൊടുത്ത ഈ സംഭവം വിവരിക്കുന്നത് നമുക്കൊക്കെ പുനർചിന്തയുണ്ടാവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോൾ 40 കൊല്ലം എന്തെങ്കിലും ഒരക്ഷരം പോലും, ഒരക്ഷരത്തെറ്റ് പോലും ആ പ്രവാചകനിൽ നിന്നുണ്ടായി എന്ന് പറയാൻ സാധിക്കാത്ത അത്ര വിശുദ്ധരായി അവർ ആദരിച്ചിരുന്ന പ്രവാചകനെ നിഷേധിച്ചു, അവർ തള്ളിക്കളഞ്ഞു. അദ്ദേഹം കള്ളനാണ്, മാരണക്കാരനാണ് എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവർക്ക് കൊടുത്ത മറുപടി, ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾക്ക് ഈ മരുഭൂമിയിലെ ജീവിതവുമായി
ഞാൻ അവരുടെ മനസ്സിനെ ഇണക്കിയില്ലേ? സൈഫ് കാലത്തും ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഷാമിലേക്കും അതുപോലെ തന്നെ യമനിലേക്കും യാത്ര ചെയ്ത് അവർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും മറ്റു ജീവിത ഉപകരണങ്ങളും കൊണ്ടെത്തിപ്പോകാനുള്ള ആ യാത്ര, മരുഭൂമിയിൽ കൂടിയുള്ള ദീർഘമായ യാത്രക്ക് അവരുടെ മനസ്സിനെയും ശരീരത്തെയും ഞാൻ ഇണക്കി ചേർത്തില്ലേ? ആ ഒരു അനുഗ്രഹമെങ്കിലും നിങ്ങൾ ഓർക്കണ്ടേ. ഈ കഅബയുടെ റബ്ബിനെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആരാധിക്കണം? കാരണം ഈ കഅബയുടെ റബ്ബാണ് ഇതൊക്കെ, ഈ അനുഗ്രഹങ്ങളും ഈ ജീവിത സൗകര്യങ്ങളും മരുഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയത്. അല്ലദീ അത്അമഹും മിൻ ജൂഅ്, വിശപ്പിൽ നിന്ന് ആഹാരം നൽകി, വആമനഹും മിൻ ഖൗഫ്, ഭയപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് നിർഭയത്വം നൽകിയ ആ നാടിന് നൽകിയ നിഅമത്ത്, നാട്ടുകാർക്ക് നൽകിയ നിഅമത്ത് ആലോചിച്ചുകൊണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ വരണമെന്നാണ് ആ സൂറത്തിൽ കൂടി അള്ളാഹു അവരെ ഉപദേശിച്ചത്. പക്ഷേ അവർ അതിനെയും കൂടി തള്ളിക്കളഞ്ഞപ്പോൾ ജന്മനാടിൽ നിന്ന് അവർക്ക് ആട്ടിയോടിക്കപ്പെടേണ്ടി വന്നു എന്നതാണ് ഫത്ഹ് മക്കയിൽ കൂടി ഉണ്ടായ സംഭവം. ആ നാട്ടിൽ ഖുറൈശി പ്രമുഖരായി ജീവിച്ചിട്ട് അവർക്ക് അവിടെ അധികകാലം താമസിക്കാൻ കഴിഞ്ഞില്ല. കെട്ടും കെട്ടി നാട് വിടേണ്ടി വന്നു നന്ദികേട് കാണിച്ചപ്പോൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ, ഒരു ജനവാസ സമൂഹം അവർ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ശരിയും തെറ്റും ഹറാമും ഹലാലും വേർതിരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, നിങ്ങൾക്ക് മുകളിൽ നിന്നും താഴെ ഭൂമിയിൽ നിന്നും അള്ളാഹുവിന്റെ ബർക്കത്ത് കിട്ടും. ഇത് നമ്മളോടാണ് ഈ പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു ആകാശത്തിൽ നിന്ന് ബർക്കത്ത് നൽകും, ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ബർക്കത്ത് നൽകും. വലാകിൻ കദ്ദബു, പക്ഷേ അവർ പ്രവാചക സന്ദേശങ്ങളെ കള്ളമാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചത് ഫലമായി, അവർ ചെയ്ത കുറ്റങ്ങൾ ഫലമായി അവരെ നാം പിടികൂടി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളുടെ കൂട്ടമേ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യം നിങ്ങൾക്ക് വരാനുണ്ട്. മുഹാജിറുകളോടാ പറയുന്നത്. ഇദബ്തുലീതും ബിഹിന്ന, ആ 5 കാര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, ആ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നുണ്ട്, രക്ഷ തേടുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ പിൻഗാമികൾക്കെങ്കിലും ആ 5 കാര്യം വന്നു കഴിഞ്ഞാൽ നാശമായിരിക്കും എന്ന് നബി അവിടുന്ന് പ്രവചിച്ചു. ലം തദ്ഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഇലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹാ അത്താഊൻ വൽ ഔജാഅ് അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം അല്ലദീന മദൗ. ദുർമാർഗം, ഫാഹിശത്ത്, തോന്നിവാസങ്ങള്, അക്രമങ്ങള്, ലൈംഗികമായ ദുരാചാരങ്ങള്, സാമ്പത്തികമായ ക്രമക്കേടുകള്, അതുപോലെ തന്നെ ബന്ധങ്ങളുടെ തകർച്ച, അങ്ങനെ നീചമായ ഒരു ജീവിതം ഏതൊരു സമൂഹത്തിൽ വളർന്നു വരികയും പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് പരസ്യമായി തോന്നിവാസം പറയാൻ, തോന്നിവാസം ചെയ്യാൻ, അക്രമങ്ങൾ ചെയ്യാൻ, പരസ്യമായി തോന്നിവാസികളായി ജീവിക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹം വന്നാൽ അല്ലാഹു തആല ഇല്ലാ ഫശാ ഫീഹിം അത്താഊൻ വൽ ഔജാഅ്, പലതരത്തിലുള്ള മാരകമായ രോഗങ്ങളും അല്ലതീ ലം തകും മിൻ ഫീ അസ്ലാഫിഹിം, പണ്ടുകാലത്ത് കേട്ടുകേൾവിയില്ലാത്ത രോഗങ്ങളെ കൊണ്ട് ഞാൻ ആ സമൂഹത്തെ പരീക്ഷിക്കും. പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും കൊണ്ട് ഞാൻ അവരെ പരീക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്ക് വരാതിരിക്കട്ടെ, എങ്കിലും നിങ്ങളുടെ കാലശേഷമുള്ളവർ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു തന്നു. വലം യൻഖുസുൽ മിക്യാല വൽ മീസാൻ, മിക്യാലും അളവും തൂക്കവും ചുരുക്കി വെക്കുന്നവർ. അന്നത്തെ കാലത്ത് അളവും തൂക്കവും ചുരുക്കുക എന്നുള്ളതാണ് കച്ചവടത്തിൽ കാണുന്ന കൃത്രിമങ്ങൾ.
എന്നാൽ കച്ചവടത്തിലെ എല്ലാ തരത്തിലുള്ള കൃത്രിമങ്ങളും എല്ലാ കൃത്രിമ കച്ചവടങ്ങളും ആളുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വ്യാപകമായ വിലക്കയറ്റങ്ങളും വ്യാപകമായ ക്ഷാമങ്ങളും വരും. എന്നിട്ടോ സുൽത്താൻ, അതിനെ നിയന്ത്രിക്കേണ്ട സുൽത്താൻമാര്, നേതാക്കൾ, ഭരണാധികാരികൾ അക്രമപരമായി ജീവിക്കും. അതിനെയൊന്നും തടുക്കാൻ അവർ ശ്രമിക്കുകയില്ല. ഇതൊക്കെ നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. സമൂഹം കഷ്ടപ്പെടുമ്പോൾ, വിലക്കയറ്റം കൊണ്ടും പല കാരണങ്ങളാലും സമൂഹം കഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെത് കട്ടുമുടിച്ച് ജീവിക്കുന്ന സുൽത്താനുമാരല്ലാത്ത മനുഷ്യനെ സഹായിക്കാൻ, മനുഷ്യന്റെ കൈപിടിക്കാൻ ആരാണിന്ന് സമൂഹത്തിൽ ബാക്കിയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാഇ. നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സകാത്ത് കൊടുക്കാതെ സ്വന്തം പോക്കറ്റിൽ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടില്ല. അല്ലാഹു തആല ആ വെള്ളം നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കേണ്ടത് പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് തരേണ്ടത് അല്ലാഹു തആല പിടിച്ചു വെക്കും. എന്നിട്ടോ അല്ലാഹ് പറഞ്ഞു, ഇനി വല്ല മഴയും ഒരു തുള്ളി വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ കന്നുകാലികള് ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ ഒരു തുള്ളി മഴ പോലും സഹോദരങ്ങളെ ഈ പാവങ്ങളുടെ വിഹിതം പിടിച്ചു വെക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള കരാറ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അതാണ് അള്ളാഹുവിനോടുള്ള കരാറ്. മുഹമ്മദ് നബി അല്ലാഹു തആല ഏകനായ റബ്ബാണ്, അവനെ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ, ആരാധിക്കൂ എന്ന ആ അഖീദ വിശ്വാസവും, മുഹമ്മദ് നബി ദൂതനാണ്, ആ അള്ളാഹുവിന്റെ ദൂതന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമെന്നുള്ള കരാറ് ആര് ലംഘിച്ചുവോ ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വൻ മിൻ ഗൈരിഹിം, മറ്റു സമൂഹങ്ങളിൽ നിന്ന് ആ സമൂഹത്തിന്റെ മേൽ അല്ലാഹു തആല ശത്രുക്കളെ അയക്കും. എന്നിട്ടോ ഫഅഖദു ബഅദ മാ ഫീ ഐദിഹിം, അവരിലുള്ളതെല്ലാം ശത്രുക്കൾ പിടിച്ചെടുത്തു കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടിന്റെ കാലഘട്ടം നിങ്ങൾക്ക് വരും. അള്ളാഹുവിന്റെ ഖുർആൻ അനുസരിച്ച് സമൂഹത്തിൽ വിധി നടപ്പാക്കിയില്ലെങ്കിൽ, അള്ളാഹു ഇറക്കി തന്ന നിയമനിർദ്ദേശങ്ങളാണ് നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ, അവർക്കിടയിൽ അല്ലാഹു തആല പരസ്പരം കലഹങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി അവർക്ക് ജീവിതത്തെ അസ്വസ്ഥമാക്കി അല്ലാഹു തആല മാറ്റും. സഹോദരങ്ങളെ, ഇതൊക്കെ പറയുന്നത് നമ്മൾ അല്ലാഹു നൽകിയ നിഅമത്ത് ഉപയോഗിച്ച് ജീവിക്കുക, സത്യസന്ധരായി ജീവിക്കുക, നല്ലവരായി ജീവിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകൾ കഴിയുന്നതും ജീവിതത്തിൽ ഫർളും സുന്നത്തുമായ കൽപ്പനകൾ, അത് ശാരീരികമായ കൽപ്പനകളാണെങ്കിലും മനുഷ്യബന്ധങ്ങളാണെങ്കിലും നിലനിർത്തുക. അങ്ങനെയുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ അല്ലാഹു തആല നിഅമത്ത് പിൻവലിക്കും, നമ്മൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് ഈ താക്കീതുകൾ. ഇതനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദീർഘമായ ഒരു ഇടവേള, ഒരു വെക്കേഷനാണ്. നമ്മളുടെ കാലശേഷം ഇവിടെ ജീവിക്കാനുള്ളവരവരാണ്. നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരവരാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിത രീതി. ഒരു തലമുറ കൈ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ മറ്റൊരു തലമുറ ഇവിടെ വരും. നമ്മളുടെ മരണശേഷം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളവരവരാണ്. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ റബ്ബേ, എനിക്കും എന്റെ ഉപ്പാക്കും ഉമ്മാക്കും
ഉപ്പാപ്പമാർക്കും ഉമ്മാമ്മമാർക്കും നീ പുറത്തു കൊടുക്കണമേ. അവരെന്നെ ചെറുപ്പകാലത്ത് പോറ്റി വളർത്തി വലുതാക്കിയതുപോലെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന ചിന്ത ഉണ്ടാവണമെങ്കിൽ ഈ ഒരു 2 മാസക്കാലം അവരെ നമ്മൾ വെറുതെ വിടരുത് എന്ന് കരുതി സ്കൂളിന്റെയും ക്ലാസ് മുറികളുടെയും ഇടുങ്ങിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒന്ന് സ്വതന്ത്രമായി കളിക്കാനും ചിരിക്കാനും വിടണ്ട എന്നല്ല. അവർക്ക് നല്ല തിന്മയിലേക്ക് പോകുന്നത്, ചീത്തയായ കൂട്ടുകാരുടെ പിന്നാലെ പോകുന്നത്, ചീത്തയായ സ്വഭാവങ്ങൾ വരാനുള്ള സോഷ്യൽ മീഡിയകളടക്കം അവർ ഉപയോഗപ്പെടുത്തുന്നതിലും അതുപോലെ കുടുംബ ജീവിതത്തിലും കുടുംബത്തിലും എന്റെ ഉപ്പയാണ് എന്റെ മാതൃക, എന്റെ ഉമ്മയാണ് എന്റെ മാതൃക എന്നവർക്ക് തോന്നിപ്പിക്കുന്ന തരത്തിൽ കുട്ടികളെ നാം ഒന്നാമതായി ശീലിപ്പിച്ച് വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മുതിർന്ന ഉപ്പമാര് ജീവിച്ച കാലഘട്ടമല്ല നമ്മുടെ മക്കൾ ജീവിക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളൊക്കെ ജീവിച്ച കാലഘട്ടം ഒരുപക്ഷെ തോന്നിവാസത്തിനുള്ള വാതിലുകൾ തുറക്കപ്പെട്ടിരുന്നില്ല. ഇന്ന് അത് തുറക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ടത് അടക്കാൻ കഴിയില്ല. എങ്കിലും ആ വാതിലിൽ കൂടി കടക്കുമ്പോൾ കൈപിടിക്കാനെങ്കിലും നമ്മുടെ ഇളം തലമുറയെ നാം ശ്രദ്ധിക്കണം എന്നാണ് ഒരു കാര്യം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മൾ. ഈ രാജ്യം എത്രയോ വർഷങ്ങളായി വരികയും തെരഞ്ഞെടുപ്പ് വരികയും അത് അവസാനിക്കുകയും ഒരു ഭരണകൂടം വരികയും മറ്റൊരു ഭരണകൂടം പോവുകയും ചെയ്യും എന്ന് കരുതി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കിവിടെ കുടുംബങ്ങളായി ജീവിക്കണം, കൂട്ടുകാരായി ജീവിക്കണം, അയൽക്കാരായി ജീവിക്കണം. അതുകൊണ്ട് ഇതൊരു ഏക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ പോലെ താൽക്കാലികമായ ഒരു ഇളക്കം എന്നതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്റെ അഭിമാനം പിച്ചിച്ചീരുന്ന, സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും ഇളക്കിവിട്ട് സമൂഹത്തെ എന്നും ശത്രുക്കളാക്കി മാറ്റുന്ന, അതുപോലെ തന്നെ മനുഷ്യന്റെ നാശത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാവരുതെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പോലെയുള്ള അവസരങ്ങളിൽ ഇതെല്ലാം മാറി നിന്ന് എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഒന്നിനുമില്ല എന്ന് മാറി നിൽക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. നമ്മളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ ഇന്ത്യൻ ജനത അല്ലെങ്കിൽ കേരളീയ സമൂഹം, ഇനി അതിൽ നിന്ന് വിശ്വാസി സമൂഹം ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശക്തമായ ആലോചിച്ചും ചിന്തിച്ചും നമ്മൾ നമ്മളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം. ഞാനതിനൊന്നുമില്ല, എനിക്കതിന് കീഴ്ക്കാൻ നേരില്ല, ഞാനതിന് പോകുന്നില്ല, പണ്ടും ഞാൻ പോയിട്ടില്ല, ഈ തരത്തിലുള്ള ഷണ്ഡത്വമല്ല നമുക്ക് വേണ്ടത്. കൃത്യമായി ജനാധിപത്യപരമായ അവകാശങ്ങളെ പ്രയോജനപ്പെടുത്തി നന്മയുടെ മാർഗത്തിൽ പ്രയോജനപ്പെടുത്തി അത് പിന്നീട് ഒരു കലഹമാകാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിച്ച് അച്ചടക്കത്തോടു കൂടിയായിരിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മിക്കുകയാണ്. അള്ളാഹു നല്ല മാർഗത്തിൽ ജീവിക്കാനും നല്ലത് ചെയ്തു മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരും ദുഃഖിതരുമായ ആളുകൾക്ക് പ്രയാസങ്ങളെല്ലാം അള്ളാഹു തആല അകറ്റി കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്ക്, കുടുംബ ബന്ധു മിത്രാദികൾക്കൊക്കെ അള്ളാഹു തആല അവരുടെ ബർസഖി ലോകം സുഖമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.